അപ്പൊ നമ്മള് എന്തിനാണ് വന്നിരിക്കുന്നത് സാർ പറയൂ, എന്തിനാണ് നമ്മൾ വന്നിരിക്കുന്നത് പറയൂ. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഇന്നലെ ഒരു പ്രഡിക്ഷൻ കോൺടെസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് വേൾഡ് കപ്പില് മാൻ ഓഫ് ദ മാച്ച്, അതായത് ഫൈനൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അതിൽ മാൻ ഓഫ് ദ മാച്ച് കിട്ടുന്ന ആളെ പ്രഡിക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 500 രൂപയാണ് നമ്മൾ കൊടുക്കാന്ന് വിചാരിച്ചിരുന്നത്. കൊടുക്കാന്ന് വിചാരിച്ചതല്ല, നമ്മൾ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചത്. അപ്പൊ അതിൽ ഒരുപാട് ആളുകൾ കറക്റ്റ് ആയിട്ട് പ്രവചിച്ചിരുന്നു. ഏകദേശം ഒരു 10-20 അടുത്ത ആളുകൾ കറക്റ്റ് ആയിട്ട് ഒരു വിരാട് കോഹ്ലി എന്ന് പ്രവചിച്ചിരുന്നു. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഒരാളെ ഇപ്പൊ തെരഞ്ഞെടുക്കാനാണ് പോണത്. സാറിന് കളിനെ പറ്റി രണ്ടു വാക്ക് ഞാൻ പറയാം. ഇന്നത്തെ കളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും ഇപ്പൊ ഏകദേശം പറഞ്ഞു കഴിഞ്ഞ് ഈ കളിനെ പറ്റിയൊക്കെ കുറെ ഇതൊക്കെ ഇത് കാണുന്നില്ല നമ്മള്. അപ്പൊ എന്റെ ഇതിനകത്ത് പറയുകയാണെങ്കിൽ അമ്മാതിരി കളിയായിരുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ത്രില്ലറായിരുന്നത്, ഭയങ്കര സാറേ കളി 15ാമത്തെ ഓവർ കഴിഞ്ഞപ്പോ കളി നിർത്തി പോവാന്ന് വിചാരിച്ചാണ് ഞാൻ. അതായത് 15ാമത്തെ ഓവർ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് 30 ബോളിനുള്ളത്. ആ 30 ബോളിൽ ജയിക്കാനായിട്ട് 29 റണ്ണ് വേണ്ടി വന്നിരുന്നു. നമ്മളെ ഇന്ത്യനോട് ഒരു ഇത് തോന്നില്ലേ, കേറി വന്നൊരു ടീമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കോഹ്ലിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് ഇതുവരെ ഫോം ആയിട്ടില്ല, ഇന്നലെയാണ് ഫോം ആയത്. അപ്പൊ ഇത്രയും പ്രഡിക്ട് ചെയ്ത ആൾക്കാർ വിചാരിച്ച് കോഹ്ലിയുടെ അടുത്തുള്ള വിശ്വാസം കൊണ്ടല്ലേ. കോഹ്ലിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാല് അതായത് സാധാരണ ഈ ടൂർണമെന്റുകളിൽ നോക്കുമ്പോൾ കോഹ്ലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കളി കളിച്ചില്ലെങ്കിലും ഫൈനലിൽ അദ്ദേഹം കളിക്കാറുണ്ട്. അത്രയും ആളുകൾക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ടീമിൽ ഇത്രയും കളി ഫോം ആയിട്ട് ഒരാളെ ഫൈനലും കളിപ്പിച്ചെന്ന് വെച്ചാൽ പിന്നെ ഒരു കാര്യം ഒരു വിഷമമുള്ള വെച്ചാല് കോഹ്ലി ഇതായില്ലേ റിട്ടയർ ചെയ്തു. ശരിക്കും പറഞ്ഞാല് കോഹ്ലി റിട്ടയർ ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ രോഹിത് ശർമ്മ വൈകുന്നേരം ജഡേജയും റിട്ടയർ പ്രഖ്യാപിച്ചത്. അങ്ങനെ ഒരുപാട് നല്ല നല്ല പ്ലേയേഴ്സ് ഇപ്പൊ റിട്ടയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ആ ഒരു ഗെയിമിനോടുള്ള ഒരു സംഭവം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ. കാരണം അത്രയും ഒരു കോരിത്തെരിപ്പിക്കുന്ന ഒരു ഗെയിം ആയിരുന്നല്ലോ ഇന്നലെ സംഭവിച്ചത്. അപ്പൊ ഒരു കാര്യം പറയാം, നമ്മളിന്ന് വന്നിട്ടുള്ളത് മെയിൻ ആയിട്ട് എന്താണ് നമ്മുടെ വിന്നറെ പ്രഡിക്ട് ചെയ്യണം. അപ്പൊ നിങ്ങളൊക്കെ ഏകദേശം എത്തി വിചാരിക്കുന്നല്ലേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ജസ്റ്റ് ആയിട്ട് വേഗം തന്നെ നമുക്ക് പ്രഖ്യാപിക്കാം. അതിന് വേണ്ടത് എന്താണ് പ്രൈസ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത് 500 രൂപ ക്യാഷ് പ്രൈസ് ആണ്. അപ്പൊ നമ്മള് ഒരു 6 മണി ടൈമിലൊക്കെയാണ് നമ്മൾ ഏകദേശം ഈ കോൺടെസ്റ്റ് ഇട്ടിരുന്നത്. അപ്പൊ ഒരു 8 മണി വരെ ഏകദേശം 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ പാർട്ടിസിപ്പേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 100-നടുത്ത് 100 അല്ല 200-നടുത്ത്. ഞാൻ പ്രഡിക്ട് ചെയ്തിരുന്നത് സൂര്യകുമാർ യാദവ് ആയിരുന്നു. സൂര്യകുമാർ യാദവ് നിർഭാഗ്യവശാൽ ഞാൻ തന്നെ പറയാം, നിർഭാഗ്യവശാല് സാർ പന്തിനല്ലേ പ്രഡിക്ട് ചെയ്തിരുന്നത്. ഋഷഭ് പന്ത് ഋഷഭ് പന്ത് കളിക്കും ഞാൻ വിചാരിക്കാം. ഋഷഭ് പന്ത് ഞാൻ പ്രഡിക്ട് ചെയ്ത് പക്ഷേ ഫസ്റ്റ് ഗോൾഡൊക്കെ വിരാട് കോഹ്ലി വിരാട് കോഹ്ലിനെ പ്രഡിക്ട് ചെയ്തെന്നുണ്ടെങ്കിൽ എന്താ കളി കണ്ടവരാരും എന്തായാലും വിരാട് കോഹ്ലിയുടെ പേര് പ്രഡിക്ട് ചെയ്യില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെയാണ് കളിച്ചിരുന്നത്. പിന്നെ ചില ആളുകളുടെ വിചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ടീം എന്നാൽ വിരാട് കോഹ്ലി എന്നാണ്. അതായത് വിരാട് കോഹ്ലിനെ മാത്രം അറിയണവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇപ്പൊ എന്ത് ചെയ്തേക്കണ് വിരാട് കോഹ്ലിനെ പ്രഡിക്ട് ചെയ്തിട്ടുള്ളത്. പ്രഡിക്ഷൻ കറക്റ്റ് ആയി എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ അഭിമാനിക്കണം. അപ്പൊ നോക്കിയേ ഏകദേശം 14 അല്ലെങ്കിൽ 20 ആൾക്കാരോളം നമ്മുടെ ആ ഒരു കോൺടെസ്റ്റില് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് വിരാട് കോഹ്ലിന്ന് ഇട്ടവരുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ആർക്കാണ് ആ ഒരു ഫസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള 500 രൂപ കിട്ടാന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയാലോ. ഇത്രയും ആൾക്കാരാണ് കേട്ടോ, ഇത്രയും ആൾക്കാരായിരുന്നു. ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പ്രഡിക്ട് ചെയ്തിട്ട് എടുക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് നോക്കിയാലോ, നോക്കാം സാർ. ആൺകുട്ടികൾ മാത്രല്ല പെൺകുട്ടികളും ഒരുപാട് കമന്റ് അടിച്ചിട്ടുണ്ട് ഇതിനകത്ത്. നോക്കാം ടീച്ചറാണോ കൊടുക്കാതെ സെലക്ട് ചെയ്യാൻ പോകണം. അപ്പൊ എല്ലാരും നോക്കിയിരിക്കാം. അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ. 1 2 3 സ്റ്റാർട്ട്. പറയാ വിന്നർ ആരാണെന്ന് പറയാൻ പറ്റും നമുക്ക്. ആരാണെന്ന് അറിയാം. നമ്മുടെ വിന്നറായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ
ഒന്നല്ല, നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി സ്പിൻ ചെയ്ത് കാണിച്ചാ. ഇപ്പൊ ഒരാൾക്ക് വിന്നറായി കഴിഞ്ഞു, വിന്നറായിട്ട് പ്രഖ്യാപിച്ചു. അപ്പൊ ഇത് സ്പിൻ ചെയ്യുമ്പോ ഇനി എന്തായാലും വേറെ വേറെ ആൾക്കാർ അതിന്റെ തന്നുകൊണ്ടിരിക്കാം. നമ്മള് കുറെ പ്രാവശ്യം സ്പിൻ ചെയ്ത് നോക്കിയതാണ് മാറി വരണുണ്ടോ ഇല്ലയെന്നൊക്കെ. ഏതൊക്കെ ദിയാനിയാസ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി സ്പിൻ ചെയ്ത് കാണിച്ചു. ഇനി വേറെ സ്പിൻ ചെയ്ത് കാണിക്കാം. ഇപ്പൊ എന്തായാലും ഓരോ സ്പിന്നിന്റെ ആള് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇപ്പൊ വിന്നറായ അനുശ്രീ ടീച്ചർക്കാണ് നമ്മൾ 500 രൂപ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ വേറെ ആളായി. അപ്പൊ എന്തായാലും നമ്മള് പറഞ്ഞ പോലെ ഫസ്റ്റത്തെ വിന്നർക്ക് നമ്മൾ ഈ ക്യാഷ് പ്രൈസ് കൊടുത്തിരിക്കും. അതിൽ വേറെ ഒരു തർക്കമില്ല. നമ്മള് അങ്ങനെയൊന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ അനുശ്രീ ടീച്ചറെ ഭാഗ്യം കൊണ്ടോ ഓക്കെ. അപ്പൊ അനുശ്രീ ടീച്ചർ കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ഇനി പിന്നെന്താണ് എന്ത് പറയാൻ നമുക്ക് ഇനിയും ഇതുപോലുള്ള ഒരുപാട് ഗെയിമുകൾ പുറകെ വരുന്നുണ്ട്. ഇപ്പൊ കോപ്പ അമേരിക്കയും അതേപോലെ തന്നെ യൂറോ കപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലുള്ള പ്രഡിക്ഷൻ കോൺടെസ്റ്റുകൾ ഇനിയും വരും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ലൈവില് നിൽക്കുക. ലൈവായിട്ട് നിൽക്കാൻ ഉദ്ദേശിച്ചത് നമ്മുടെ പേജിൽ എപ്പോഴും ഒന്ന് അപ്ഡേറ്റ് ആയിരിക്കുക. എല്ലാ കാര്യങ്ങളും നമ്മൾ പേജിലൂടെ അറിയിക്കുന്നതായിരിക്കും. ക്യാഷ് പ്രൈസ് നമുക്ക് ഉടൻ തന്നെ എത്തിക്കാം. എല്ലാവർക്കും വളരെയധികം നന്ദി. അപ്പൊ ഇതേപോലുള്ള ഗെയിംസിനായിട്ട് ഇനി നമ്മുടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും അതേപോലെ യൂട്യൂബ് ചാനലും ഒക്കെ ഒന്ന് എല്ലാവരും ഇടയ്ക്കിട്ടൊന്ന് വിസിറ്റ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ താങ്ക് യു. ബൈ ബൈ.